സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP വെറുമൊരു ആക്ഷേപഹാസ്യ പ്രതികരണം മാത്രമായി ഒതുങ്ങുന്നില്ല. പേജ് സൃഷ്ടിച്ചതിന്റെ 7ാം ദിവസം അതിന്റെ സ്ഥാപകനായ അഭിജിത് ദീപക് ആദ്യ ഓൺലൈൻ പെറ്റീഷൻ നൽകിയിരിക്കുകയാണ്. നീറ്റ് പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് CJP. കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാവി സംബന്ധിച്ച ചർച്ചകളും സജീവമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി CJP മാറുമോ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നിലവിൽ ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയുമോ എന്നതിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരു ഇന്ത്യൻ പൗരനും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തവും കർശനവുമായ നിയമങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയിലെ അംഗങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും എങ്ങനെയൊക്കെയാണ്? ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രവും നിലവിലെ നിയമങ്ങളും അനുസരിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗമായിരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് നിയമപരമായ തടസ്സമില്ല. ഇന്ത്യൻ നിയമപ്രകാരം ആർക്കും നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ എളുപ്പത്തിൽ മത്സരിക്കാം. തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അവകാശം നിർണയിക്കുന്നത് ഒരു പ്രത്യേക പാർട്ടി അംഗത്വത്തിലൂടെയല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയും രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ്. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ ഇവയൊക്കെയാണ്. രാജ്യത്തിന്റെ പാർലമെന്ററി ഘടകങ്ങളിൽ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതും ഏറ്റവും അത്യാവശ്യവുമായ കാര്യം സ്ഥാനാർത്ഥി ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. കൂടാതെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് 25 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ഏതെങ്കിലും അംഗത്തിന് ഈ 2 അടിസ്ഥാന യോഗ്യതകൾ ഉണ്ടെങ്കിൽ രാജ്യത്തെ നിയമപ്രകാരം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അവർക്ക് പൂർണ്ണമായും യോഗ്യരായി എന്ന് കണക്കാക്കപ്പെടും. എന്നാൽ അവർക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിൽ മത്സരിക്കണമെങ്കിൽ മറ്റ് ചില മാനദണ്ഡങ്ങൾ പ്രസ്തുത പാർട്ടി പാലിച്ചിരിക്കണം.